റമദാൻ സ്പെഷ്യലായിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന സ്നാക്ക് നോക്കി നടക്കുകയാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഉള്ള സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 2 സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3 ഗ്രീൻ ചില്ലി കട്ട് ചെയ്തെടുത്തതും പിന്നെ ടേസ്റ്റി ഫുഡിൻ്റെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ മല്ലിയില കുറച്ച് ചോപ്പ് ചെയ്തതും കുറച്ച് വേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ വാളംപുളിയില്ലേ ഇത് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബജി മുളകാണ് കേട്ടോ. എനിക്കിവിടെ കിട്ടുന്നത് കുറച്ച് വലിപ്പം കൂടിയ മുളകാണ്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ 2 സൈഡും കട്ടായി പോവാതെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിന്റെ അകത്തുള്ള ആ സീഡെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇല്ലേ അതിങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. കണ്ടോ, എല്ലാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ടേസ്റ്റി ഫുഡിന്റെ ബജി ബോണ്ട മിക്സ് ആണ് കേട്ടോ. ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഈസി ആയിട്ട് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ആഡ് ആയിട്ട് വരുന്ന ഒരു മിക്സ് ആണ് കേട്ടോ. ഈ ഒരു മിക്സ് വെച്ചിട്ട് എല്ലാ തരത്തിലുള്ള ബജികളും റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബോണ്ടയൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, അതിനായാലും ഈ ഒരു മിക്സ് മാത്രം മതി കേട്ടോ. മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു 1.5 കപ്പോളം ഈ മിക്സ് ഞാൻ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിൽ മാവ് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ടേസ്റ്റി ഫുഡിന്റെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മാവിലേക്ക് മുളക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ചൂടായ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.